പലരിൽ നിന്ന് പല ഡൗട്ടുകൾ നമുക്ക് കിട്ടിയിരുന്നു. അതിനെക്കുറിച്ചൊരു ടോക്ക് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ആദ്യത്തെ ഡൗട്ട്, എന്താണ് മുച്ചിരി? മുച്ചിരി എന്ന് പറയുന്നത് മേൽചുണ്ടിൽ മാത്രമല്ല കീഴ്ചുണ്ടിലും വരാം, രണ്ട് ചുണ്ടിൻ്റെ ഇടയ്ക്കും വരുന്ന ഒരു വിടവനാണ് മുച്ചിരി എന്ന് പറയുന്നത്. ഇത് ജന്മനാ ഉള്ളൊരു വൈകല്യമാണ്. ജനിച്ചതിന് ശേഷം 2 അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം വരുന്ന ഒരു പ്രക്രിയയല്ല ഇത്. അടുത്ത ഒരു ചോദ്യം, മുച്ചിരി ഉള്ള ഒരു കുട്ടിക്ക് മുറി അണ്ണാക്ക് കാണുമോ? ഡെഫിനറ്റ്ലി കാണാം, ചിലവർക്ക് കാണത്തില്ല. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. മുച്ചിരി ഉള്ള ഒരു കുട്ടി ഡെഫിനറ്റ്ലി മുറി അണ്ണാക്കുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ചില കേസുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, 3 വയസ്സാകുമ്പോഴാണ് മുറി അണ്ണാക്കുണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. കാരണം അത് മുറി അണ്ണ ഏറ്റവും പുറകിലായിരിക്കും മുറി അണ്ണാക്ക്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുച്ചിരിയുള്ളൊരു കുട്ടി മുറി അണ്ണാക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്ത വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം, മുച്ചിരി എന്തുകൊണ്ടുണ്ടാകുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം ജനിതക മാറ്റം സംഭവിക്കുന്ന ക്രോമോസോംസ്. രണ്ടാമത് കൺസെൻഷ്വൽ മാരേജ്, കസിൻസ് തമ്മിലുള്ള കല്യാണം. 3 പുകവലി. 4 ഡയബറ്റീസ്. 5 പല മരുന്നുകൾ എടുക്കുന്നു. അതിന് ഉദാഹരണം തൈറോയിഡ്, അൺകൺട്രോൾ തൈറോയിഡ്, പിന്നെ അതിനുവേണ്ടിയുള്ള വേറെ പല മരുന്നുകൾ കഴിക്കുന്നു. ഇതെല്ലാമാണ് പല കാരണങ്ങൾ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഗർഭിണി ആയാൽ ഫസ്റ്റ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് എന്ത് മരുന്ന് എടുക്കണമെന്നുണ്ടെങ്കിലും അവരുടെ പ്രിസ്ക്രിപ്ഷന് വേണം എടുക്കാൻ. അടുത്തൊരു ചോദ്യം, ലോകത്ത് എത്ര ഇങ്ങനത്തെ കുട്ടികൾ ജനിക്കുന്നു? ലോക ആരോഗ്യ സംഘടനയുടെ ഇത് പ്രകാരം ഒരു കുട്ടി 600 കുട്ടികൾ ജനിക്കുമ്പോൾ അതിലൊരു കുട്ടിക്ക് മുച്ചിരി അല്ലെങ്കിൽ മുറി അണ്ണാക്ക് ഉണ്ട്. അടുത്തൊരു ചോദ്യം, എൻ്റെ കുട്ടിയുടെ മുച്ചിരി കറക്റ്റായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി മുച്ചിരി അല്ലെങ്കിൽ മുറി അണ്ണാക്ക് 100% നമുക്ക് സർജറി മുഖേന മാറ്റാവുന്നതാണ്. അടുത്ത ഏറ്റവും വലിയൊരു ചോദ്യം, മുച്ചിരിയുടെ സർജറിക്ക് ശേഷം പാട് വരുമോ? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. പാട് വരാതിരിക്കാൻ വേണ്ടി സർജറിയുടെ ടെക്നിക്കിലാണ് ഇമ്പോർട്ടൻ്റ് ഇരിക്കുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ പോകേണ്ട സ്ഥലം, അവരുടെ റിസൾട്ട്, അല്ലെങ്കിൽ 2-3 പേഷ്യൻസിനെ വിളിച്ച് ചോദിച്ച് അവരുടെ പടങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ ചെല്ലാൻ. കാര്യം പാട് വരാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകൾ, സർജറിയുടെ ടെക്നിക്ക്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഏത് ടൈപ്പിലുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ മുച്ചിരിക്ക് വേണ്ടി കാണിക്കുന്നത്? അതിനകത്ത് ഉത്തരം, ഒരു ക്ലെഫ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സർജൻ മാത്രമായിരിക്കത്തില്ല ആ യൂണിറ്റിലുള്ള, സ്പീച്ച് തെറാപ്പിസ്റ്റ്, അതിന് കൂടെയുള്ള പല പീഡിയാട്രിക് സർജൻസ്, പ്ലാസ്റ്റിക് സർജൻ, ഇതെല്ലാം ഒരു ടീം വേണം. അല്ലാതെ ഒരാളല്ല ഇത് നോക്കുന്നത്. സോ നിങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഒരു ക്ലെഫ്റ്റ് സെൻറ്ററിലേക്ക് വേണം പോകാൻ, അല്ലാതെ ഒരു ഡോക്ടറിനെ കാണത്തക്ക രീതിയിലല്ല പോകുന്നത്. ക്ലെഫ്റ്റ് സെൻറ്റർ. ഈ അടുത്ത ഒരു ചോദ്യം, അഡൽറ്റ് ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിന് ശേഷമുള്ളവർക്ക് മുച്ചിരി ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി അത് ചെയ്യാൻ പറ്റും. അതും സക്സസ്ഫുൾ തന്നെയാണ്. അവസാനത്തെ ഒരു ചോദ്യം, എങ്ങനെ നമ്മുടെ സെൻറ്ററിലേക്ക് എത്തിച്ചേരാൻ പറ്റും? നമ്മുടെ സെൻറ്റർ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്ലെഫ്റ്റ് സെൻറ്ററാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് സർജറി ചെയ്യുന്നു. നമുക്ക് ഏകദേശം 10-ലധികം വിദഗ്ധ ഡോക്ടർമാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നമ്മൾ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. MC റോഡ് അരികിലാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, drmatthewpc.com അല്ലെങ്കിൽ newfacekerala.com. അവിടെ നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിന് നിങ്ങൾക്ക് എന്തോ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ മെസ്സേജ് അയക്കാം.